ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധരായ പത്രോസ് അപ്പോസ്തലൻ്റെയും പൗലോസ് അപ്പോസ്തലൻ്റെയും തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. കെസറിയ ഫിലിപ്പിയിൽ വെച്ച് യേശുനാഥൻ്റെ ദൈവത്വത്തെ ഉറക്കെ ഭയമില്ലാതെ പ്രഖ്യാപിക്കുന്ന പത്രോസിനെയാണ് സുവിശേഷത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. തിരുസഭയുടെ നെടും തൂണുകളെന്ന് വിശേഷിപ്പിക്കാവുന്ന രണ്ട് മഹാവ്യക്തിത്വങ്ങളാണ് പൗലോസ് അപ്പോസ്തലനും പത്രോസ് അപ്പോസ്തലനും. ഇവർ രണ്ടുപേരും ക്രിസ്തു ശിഷ്യരുടെ ഒരു പ്രതിച്ഛായ കൂടെയാണ്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഒത്തിരിയേറെ വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാളേറെ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും ഉണ്ടായിരുന്നു ക്രിസ്തു വിശ്വാസത്തെ പ്രതി. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം ചൂടിയ മഹാരഥന്മാരാണ് ഈ രണ്ടുപേരും. സഭയെ പടുത്തുയർത്തിയ ശക്തരായ ധീര രക്തസാക്ഷികളാണ് ഈ അപ്പോസ്തല പ്രമുഖന്മാർ. ഇവർ രണ്ടുപേരും സഭയുടെ നെടുന്തൂണുകളായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. കാരണം സഭയെ വളർത്തിയത് ഇവരുടെ പ്രാർത്ഥനകളും പ്രയത്നങ്ങളും ഇവരുടെ ചോരയുമാണ്. അവർ ക്രിസ്തുവിലുള്ള വിശ്വാസം തങ്ങളുടെ ചോര കൊണ്ട് എഴുതി ഈ ലോകത്തിന് മാതൃക കാണിച്ചവരാണ്. അവരെ അനുഗമിക്കാനാണ് ഈ രണ്ടുപേരുടെയും തിരുനാൾ തിരുസഭ മഹോത്സവമായി കൊണ്ടാടുകയും വിശ്വാസികളെ ഇവരെ പോലെ ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ക്രിസ്തു വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്യണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പം ഈ വിശുദ്ധരെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും മഹത്തായ ചിന്തകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ രണ്ടുപേരും ഓരോ ക്രൈസ്തവരുടെയും ഉള്ളിലുള്ള ചില പ്രശ്നങ്ങളെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒന്നാമതായി പൗലോസ് അപ്പോസ്തലനെ നമ്മൾ എടുക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിന് വേണ്ടി കൊല്ലാൻ നടന്നൊരു മനുഷ്യനാണ്. ക്രിസ്തുവിന് വേണ്ടി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നവരെയൊക്കെ കൊല്ലാൻ നടന്ന മനുഷ്യനാണ്. ക്രിസ്തുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി നടന്ന മനുഷ്യനാണ്. അവൻ്റെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷമായിരുന്നു ക്രൈസ്തവരോട്. അപ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരെയൊക്കെ കൊല്ലണം, അവരെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു മനുഷ്യൻ അതിൽ നിന്ന് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായവനാണ്. അതുപോലെ പത്രോസ് അപ്പോസ്തലനിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഭയമുണ്ടായിരുന്ന ഒരാളാണ്. ഒരാളുടെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവുമായിരുന്നു, കൊല്ലാനുള്ള ആഗ്രഹമായിരുന്നു. മറ്റൊരാളുടെ ഉള്ളിലാകട്ടെ ഭയമായിരുന്നു, അദ്ദേഹത്തിന് മരിക്കാൻ ഭയമായിരുന്നു, പ്രശ്നങ്ങളെ നേരിടാൻ ഭയമായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സ്നേഹത്തിലേക്ക് അദ്ദേഹം കടന്നു വരുമ്പോൾ തള്ളിപ്പറഞ്ഞ അദ്ദേഹത്തെ കൊണ്ട് ക്രിസ്തു മൂന്നുവര സ്നേഹിക്കുന്നുവെന്ന് ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സ്നേഹം ആത്മാർത്ഥതയോടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തട്ട് പുറത്തേക്ക് വന്നപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭയം മാറി അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാവുകയാണ്. കൊല്ലാൻ നടന്നിരുന്നൊരു മനുഷ്യൻ മരിക്കാൻ തയ്യാറാകുന്നു. മരിക്കാൻ ഭയമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ മരണത്തിനെ ക്രിസ്തുവിന് വേണ്ടി ഏറ്റെടുക്കാൻ തയ്യാറായി മാറുന്നു. അപ്പോൾ ഈ അപ്പോസ്തലന്മാർക്കുണ്ടായ മാറ്റം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞു എന്നതാണ്. പിന്നീട് പൗലോസ് അപ്പോസ്തലൻ സങ്കടത്തോടെ പറയുന്നുണ്ട് ക്രിസ്തുവിനെ അദ്ദേഹം തള്ളിപ്പറഞ്ഞതിനെക്കുറിച്ചും ക്രിസ്തുവിനെ എതിർക്കേണ്ടി വന്നതിനെക്കുറിച്ചൊക്കെ. അപ്പോസ്തലൻ പിന്നീട് ക്രിസ്തുവിന് വേണ്ടി ഏറ്റ പ്രഹരങ്ങളെയും അദ്ദേഹത്തിന് വേണ്ടി ഏറ്റ അവഹേളനങ്ങളെയും സന്തോഷത്തോടെ സ്നേഹത്തോടെ വിശ്വാസത്തോടെ ഏറ്റു പറയുന്നുണ്ട്. ഇത് ക്രിസ്തുവിൻ്റെ ആഴത്തിൽ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിറഞ്ഞിറങ്ങിയതുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് വന്ന മാറ്റങ്ങളാണ്. ഇപ്പം എന്താണ് ഇവർ നമ്മുടെ ജീവിതത്തോട് സംസാരിക്കുന്നത്? നമുക്കും ഈ രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്ന്, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഭയം നമ്മുടെ ഉള്ളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം പത്രോസ് അപ്പോസ്തലൻ കെട്ടിപ്പടുത്തിയ വലിയൊരു കൊട്ടാരം ചീട്ട് കൊട്ടാരം പോലെ തകരുകയാണ് ക്രിസ്തുവിനെ പടയാളികളെ പിടിക്കുമ്പോൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ഭയം വരുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കെട്ടിപ്പൊക്കുന്ന ചില കൊട്ടാരങ്ങളൊക്കെ തകർന്നു പോകുന്നത് കാണുമ്പോൾ നമ്മളും ദൈവത്തെ തള്ളിപ്പറയാൻ തുടങ്ങും. പൗലോസ് അപ്പോസ്തലനെ പോലെ നമുക്കും ഭയം നമ്മുടെ ഉള്ളിനെ ബാധിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ മറക്കാൻ തുടങ്ങും. അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലാകട്ടെ അദ്ദേഹം ക്രിസ്തുവിനെ വെറുത്തിരുന്നൊരു മനുഷ്യനാണ്. കാരണം അദ്ദേഹം ചിന്തിച്ചിരുന്ന ചില പ്രത്യയശാസ്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കണക്കുകൂട്ടലുകളും തെറ്റിപ്പോകുന്നുണ്ട് ക്രിസ്തു ശിഷ്യന്മാരുടെ വരവോടുകൂടെ. അപ്പം അതുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യുകയും തങ്ങളുടെ മതം യഹൂദ വിശ്വാസത്തെ ശക്തിയുക്തം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തെ ദൈവത്തോട് വെറുപ്പുള്ള മനുഷ്യനാക്കി മാറ്റുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വെറുപ്പ് വരുന്ന ചില നിമിഷങ്ങളുണ്ടാകാം ദൈവത്തോട്. നമ്മൾ ദൈവത്തെ വെറുത്തു തുടങ്ങുന്ന നിമിഷം നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ പിഴച്ചു പോകുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ രണ്ടവസ്ഥകളെയും നമ്മൾ എന്നാണോ മറികടക്കുന്നത് അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ കീഴടക്കാൻ തുടങ്ങുന്നത്. പിന്നെ അവന് വേണ്ടി ജീവിക്കാൻ നമ്മൾ തയ്യാറായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും അതിനെ കീഴടക്കിയവരാണ്. വെറുപ്പിനെയും ഭയത്തെയും ഒരുപോലെ കീഴടക്കിയതാണ്. അപ്പോൾ ഈ അപ്പോസ്തലന്മാർ നമ്മുടെ ജീവിതത്തിലും പറയുന്നത് ഇവരെ പോലെ നമുക്ക് തിരിച്ചറിവുണ്ടാകണം. ഈ നഷ്ടപ്പെട്ടതെല്ലാം കുപ്പയായി കരുതിയ പൗലോസ് അപ്പോസ്തലനെ പോലെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനെ പ്രതി ഞാൻ ലോക നേട്ടങ്ങളെന്ന് പറയുന്നതിനെല്ലാം ഞാൻ കുപ്പയായി കരുതുന്നതാണ്. പത്രോസ് അപ്പോസ്തലനാകട്ടെ അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ വലിയ അനുഗ്രഹങ്ങളെയൊക്കെ വേണ്ട എന്ന് വെക്കുകയാണ്. ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ അദ്ദേഹം വേണ്ട എന്ന് വെക്കുകയാണ് ക്രിസ്തുവിന് വേണ്ടി. കാരണം അദ്ദേഹത്തെ കൊല്ലുന്നതിന് മുമ്പ് വിശ്വാസം ഉപേക്ഷിക്കാൻ പറയുമ്പോൾ അദ്ദേഹം തയ്യാറാകുന്നില്ല.
അപ്പോൾ ഇവർ രണ്ടുപേരും ക്രിസ്തുവാണ് വലുതെന്ന് തിരിച്ചറിഞ്ഞവരാണ്. ഉള്ളിലെ ഭയത്തെയും വെറുപ്പിനെയും അവരെ കീഴടക്കിയവരാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലും ഇതുപോലെ ഭയവും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കീഴടക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിലെ പത്രോസ് ശിമയോനായിരുന്ന പത്രോസായി മാറിയതുപോലെ, പൗലോസ് അപ്പോസ്തലൻ പഴയ സാവൂളിനെ ഉരിഞ്ഞു മാറ്റിയതുപോലെ നമ്മുടെ ഉള്ളിലുമുള്ള ആ പൗലോസും പത്രോസും ഒക്കെ ജീവിക്കാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിലുമുണ്ട് ഓരോ പൗലോസും പത്രോസും ഒക്കെ. അത് ഉറങ്ങിക്കിടക്കുകയാണ്. നമ്മൾ അവരെ ക്രിസ്തുവിന് വേണ്ടി ഉണർത്തണം, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി അവർക്ക് മാതൃകയായി മാറാൻ, അവർ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് എത്തിക്കുന്നവരാകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഈ വലിയ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനുള്ള കൃപ നമുക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുക. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.